ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഡേ ഔട്ട് വ്ളോഗായിട്ടാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒന്ന് ലൈബ്രറിയിൽ, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ഉണ്ടല്ലോ, അവിടെ ഒന്ന് പോയി. ആദ്യമായിട്ടാണ് ഞാൻ ലൈബ്രറിയിലൊക്കെ പോകുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു പബ്ലിക് ലൈബ്രറിയിൽ ആദ്യമായിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ബുക്സ് ഉണ്ട് അവിടെ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു പോയ ബുക്ക് കിട്ടിയില്ല. ഞാൻ എടുക്കാനായിട്ട് പോയ ബുക്ക് TD രാമകൃഷ്ണൻ സാറിൻ്റെ ഫ്രാൻസിസ് ഈറ്റിക്കോര എന്ന് പറയുന്ന ബുക്കായിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേരുടെ റിവ്യൂസ് കണ്ടായിരുന്നു, യൂട്യൂബിലൊക്കെ. അപ്പോൾ എനിക്ക് അതിൻ്റെ സ്റ്റോറീസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനത്തെ ഉള്ള ജേണറുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായത് ഗോസ്റ്റ്, ഹൊറർ, പിന്നെ കുറച്ച് ഈ ബ്ലാക്ക് മാജിക്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ, നമ്മൾ സാധാരണ കാണാത്ത സംഭവങ്ങൾ. അതായത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ കേൾക്കാനും വായിക്കാനും ഒക്കെ. ഞാൻ ഒരുപാട് അങ്ങനത്തെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണാറുണ്ട് അങ്ങനത്തെ സംഭവങ്ങളെ പറ്റിയിട്ടുള്ള. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ആ ബുക്ക് വേറെ ആരും എടുത്തുകൊണ്ട് പോയിരുന്നു. ഇത് ഞാൻ അവിടെ രണ്ടാമത്തെ തവണയാണ് പോകുന്നത്. ആദ്യത്തെ തവണ ഞാൻ പോയപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ സമ്മതപത്രം ഇല്ലാതെ നമുക്ക് അവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ എനിക്ക് അന്ന് അവിടെ ഉള്ളിലേക്ക് കയറാനും പറ്റിയില്ല. മെമ്പർഷിപ്പ് എടുക്കുന്നതിന് 100 മുതൽ 400 രൂപ വരെയാണ് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ കേട്ടോ, നമുക്ക് പറ്റുന്ന രീതിയിൽ. ഞാൻ 100 രൂപയുടേതാണ് കേട്ടോ എടുത്തത്. ഈ 100 രൂപ നമുക്ക് മെമ്പർഷിപ്പ് നമ്മൾ എന്നാണോ ക്യാൻസൽ ആക്കുക ആ സമയത്ത് നമുക്ക് തിരിച്ചു തരുന്നതുമായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പോയി എടുത്തു. സൂപ്പറാണ്, വെർത്താണ്. 100 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് ഒരു ആർട്ടിക്കിളും ഒരു നോവൽ രീതിയിലുള്ള ബുക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഒരു സമയം നമുക്ക് എത്ര ബുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതനുസരിച്ചിട്ടാണ് ഈ 100 രൂപ മുതൽ 400 രൂപ റേഞ്ച് പറയുന്നത്. പിന്നെ ബുക്കൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറി. ഒരുപാട് നാളായി ഞാൻ മ്യൂസിയത്തിലും സൂയിലൊക്കെ പോയിട്ട്. സൂയിൽ കയറാനായിട്ട് നിന്നില്ല നമ്മൾ. ഞാനും അവളും ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണുന്നത് കേട്ടോ. ഇവളും എൻ്റെ കൂടെ ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് ഒരുപാട് കഥകളും ഇപ്പോൾ പറയാനുണ്ടായിരുന്നു. കഥ പറയാൻ പറ്റിയൊരു സ്ഥലമാണല്ലോ മ്യൂസിയത്തിലുള്ള പാർക്ക്. നമ്മളവിടെ അങ്ങനെ പോയിരുന്നു.